ഞാൻ ഇന്ന് പോകുന്നത് പല കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിലേക്കാണ്. ടൈറ്റാനിക് ഫിലിം കണ്ടതിന് ശേഷമുള്ള അതിയായ ആഗ്രഹമായിരുന്നു അതുപോലുള്ള ഒരു കപ്പലിൽ കയറണമെന്ന്. ഇതാ ഇന്നത് നടക്കാൻ പോവുകയാണ്. ദുബായിൽ വന്നിട്ട് എലിസബത്ത് ക്യൂയിനെ കണ്ടില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് കേട്ടോ. ദൂരത്ത് നിന്ന് നമ്മളെ ആകർഷിക്കുന്ന ദുബായിയുടെ സ്വന്തമാണ് ഈ ക്യൂൻ എലിസബത്ത് ടു ഷിപ്പ്. ഇനി ഈ കപ്പലിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1969 UK ഏറ്റവും ശ്രദ്ധാപൂർവം നിർമ്മിച്ച ഏറ്റവും വേഗതയേറിയ കപ്പൽ. ഒറ്റ യാത്രയിൽ 1777 പേർക്ക് ഈ കപ്പലിൽ യാത്ര ചെയ്യാൻ സാധിക്കും. 1967 ക്യൂൻ എലിസബത്ത് ടു എന്നറിയപ്പെടുന്ന QE2 UK-യിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ആദ്യത്തെ കന്യാത്ര നടത്തി. കുനാഡ് ലൈനിന്റെ ഏറ്റവും കൂടുതൽ കാലം സർവീസ് നടത്തിയ ഫ്ലാഗ് ഷിപ്പും ഏറ്റവും കൂടുതൽ കാലം സർവീസ് നടത്തിയ കുനാഡ് ഓഷ്യൻ ലൈനറുമായിരുന്നു QE2. ഈ ഷിപ്പിനകത്ത് കയറുമ്പോൾ തന്നെ പത്രക്കട്ടയങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു റൂമുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റൂമാട്ടോ ഇത്. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉള്ള ഈ ഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ പത്രക്കട്ടയങ്ങളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. UK നിർമ്മിച്ച അവസാനത്തെ അറ്റ്ലാന്റിക് സമുദ്ര ലൈനറാണ് ക്യൂൻ എലിസബത്ത് ടു. Ghost from the past. Guys, imagine how many people died in this. Like, how many souls? Oh my god. പറഞ്ഞത് തമാശയായിരുന്നാൽ പോലും ഹൊറർ ഫീൽ ചെയ്യുന്ന പല ഭാഗങ്ങളും ഈ ഷിപ്പിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം. കാരണം ഇതിനകത്തേക്കൊന്ന് പെട്ടാൽ പിന്നെ ലൂപ്പിനകത്ത് കയറിയ അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ നല്ല പാടാണ്. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഷിപ്പിന്റെ ഓരോ ഭാഗത്തേക്ക് പോകുന്തോറും വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും ഞാനിവിടെ കാണുന്നുണ്ട്. സൈഡിൽ മൊത്തം കാണുന്നത് പല ടൈപ്പ് റൂമുകളാട്ടോ. കാണുന്നത് പോലെ അത്ര കുഞ്ഞനൊന്നുമല്ല ഇവൻ. 806 അറ്റ്ലാന്റിക് സമുദ്ര യാത്രകൾ വരെ നടത്തിയിട്ടുണ്ട്. ടൈറ്റാനിക് കപ്പലിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ജാക്കും റോസും ഉമ്മ വെച്ച് കളിക്കുന്ന സ്ഥലം. യെസ് ഗൈസ്, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ആ ഒരു പ്ലേസിലാട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വലിയ വിസ്മയമൊന്നും തോന്നിയില്ലെങ്കിലും ഈ പ്ലേസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ താഴ്ന്നു നോക്കിയിട്ടാകുമ്പോൾ വലിയ സംഭവങ്ങളാണെന്ന് തോന്നിക്കുന്ന പല കപ്പലുകളും ഇതിന്റെ മുകളിൽ കയറി ഒന്ന് നോക്കുമ്പോൾ ഒന്നുമല്ല. കാണുന്നതാണ് ബുർജ് ഖലീഫ. ചുരുക്കി പറഞ്ഞ ദുബായി എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ഷിപ്പിനകത്ത് ഈ പ്ലേസിൽ വന്ന് നിൽക്കണം. 2008 UK-ക്കും ന്യൂയോർക്കിനും ഇടയിൽ അവസാനത്തെ യാത്ര നടത്തിയതാണ് QE2. ആ വർഷം തന്നെ കപ്പൽ ദുബായിലേക്ക് യാത്ര നടത്തി. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനി ഈ കപ്പലിനെ വാങ്ങിച്ചു. വിപുലമായ നവീകരണത്തിന് ശേഷം 2018 ഏപ്രിൽ 18 ദുബായിയുടെ ഫ്ലോട്ടിംഗ് ഹോട്ടലായി ഇത് തുറന്നു. നിങ്ങൾ കാസിനോവയിൽ പോയിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ രസമുള്ള ഒരു കാസിനോവ ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ഒരു പിയാനോ ശ്രദ്ധിച്ചോ? ജസ്റ്റ് ഞാനൊന്ന് വായിച്ചതാണ്. എന്തൊക്കെയോ വായിച്ചു. അവസാനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വായിച്ചത് റിപ്പീറ്റ് ചെയ്തുള്ളൂ. ആദ്യം പ്രേതബാധയാണെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ജോമിയ. നമുക്ക് എല്ലാ ട്രിപ്പിനും ഒരു സെയിം വൈബുള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഈ ട്രിപ്പ് എനിക്ക് കളർഫുൾ ആക്കി തന്നത് എന്റെ ജോമിയ കുട്ടിയാട്ടോ. ക്യൂൻ എലിസബത്തിനോട് യാത്ര പറയാനുള്ള സമയമായി. ടാറ്റാ ബൈ ബൈ.